വണ്ടി സിറ്റിലായി ആ ബാഗ് എനിക്കിടെ ഇറങ്ങി കുറേ നേരം പറയുന്നുണ്ട്. മൊബൈൽ എടുത്തിട്ടുണ്ട്. മൊബൈലൊക്കെ ഉണ്ട് കൊണ്ടുവാ. വേറെ വെള്ളം വെച്ചിട്ട് വന്ന് കയറിക്കാനുള്ള സ്ഥലമാണ്. പിന്നെ പരാതി വരുന്നത് എങ്ങനെയാ? കേട്ടില്ലേ? ഇരിക്കട്ടെ, ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ. നിങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമില്ല. നിങ്ങൾ യു ആർ ഡൂയിങ് യുവർ ഡ്യൂട്ടി. പിന്നെ സൗകര്യം വണ്ടിയാണ് കാരണം കംപ്ലൈന്റ് ഉണ്ടോ? കംപ്ലൈന്റ് ഉണ്ടോ? നീ ഇറക്കാൻ പറഞ്ഞ ഇറങ്ങിയാൽ മതി കേട്ടോ. ഞങ്ങൾ തീരുമാനിച്ചാൽ ആരാകണം മനസ്സിലായല്ലോ. ഞങ്ങൾ തീരുമാനിക്കും. എന്നാ പയ്യന്മാര് നമ്മള് എറണാകുളത്ത് പണിക്ക് പോയിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് പോകണാണ്. എന്റെ കൊച്ചിന്റെ ചോറ് കൊടുപ്പാണ് മറ്റന്നാ. മനസ്സിലായോ? പിന്നെ അവര് കിടന്ന് പിന്നെ കാണിക്കുമ്പോ നമ്മളെന്തൊരു പിന്നെ പിന്നെ നമ്മളിതിനെന്ത് സാറേ എന്റെ കൊച്ചിനെ ചോറ് നീ കൊറേ കൂടുതൽ കളിക്കില്ലേ? പോലീസാണ് പറഞ്ഞ മനസ്സിലായോ? സാറേ എനിക്ക് എന്റെ കൊച്ചിന്റെ ചോറ് കൊടുപ്പാണ് എനിക്ക് മറ്റന്നാ. 29 എന്റെ കൊച്ചിന്റെ ചോറ് കൊടുപ്പാണ്. പിന്നെ സാറേ എനിക്ക് പിന്നെ തിരുവനന്തപുരം ട്രെയിനിൽ പോകണ്ടേ സാറേ? പിന്നെ അങ്ങനെ സീറ്റ് കയറുന്നുണ്ട്. എന്തായാലും സമർത്ഥമായി പോലീസുകാർ വന്ന് ഇടപെട്ടത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് RPF എത്തി, പോലീസുകാരും ഉണ്ട് അതിൻ്റെ കൂടെ. വളരെ കാര്യമായിട്ട് തന്നെ അവർ ഇടപെട്ടു. വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടാണ് ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. താങ്ക് യു. കോട്ടയം തിരുവനന്തപുരം നോർത്ത് ട്രെയിനാണ്. മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം നോർത്ത് എന്ന് പറയുന്ന ട്രെയിനാണ്. അത് ഇപ്പം കോട്ടയത്ത് എത്തിയപ്പോഴാണ് 12 മണി കഴിഞ്ഞു രാത്രി. അവരെ ശരിക്കും പോലീസുകാരോട് ഒരു കയർക്കുകയാണ് പിള്ളേർ.